നല്ല അടിപൊളി നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഒരു 2 ആഴ്ചയായി കാണും, 2 ആഴ്ചകൾക്ക് ശേഷമാണ് ഒരു ക്യാമ്പിങ്ങിന് ഇറങ്ങുന്നത്. നല്ല കട്ടനും. അപ്പോഴും നമ്മൾക്ക് സമയം കിട്ടുമ്പോൾ സ്ഥലം കിട്ടത്തില്ല. സ്ഥലവും നല്ല കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ സെറ്റായി വരത്തില്ല. ഇപ്പം വേനൽക്കാലം അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം തന്നെ നല്ല ചൂടായി. ഈ കാട്ടിൽ കിടക്കുന്ന സകല സാധനവും ഇനി പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴും നമ്മൾക്ക് ഈ നൂഡിൽസുമുണ്ട്, കട്ടണമുണ്ട്, ഇതും അടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാനുള്ള പരിപാടി നോക്കുക. ഇന്ന് മാറ്റൊന്നും എടുത്തില്ല. ജസ്റ്റ് ആവശ്യത്തിനുള്ള സാധനങ്ങൾ, ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇന്ന്. അപ്പോൾ ഇത് കഴിക്കുന്നു, സുഖമായിട്ട് കിടന്നുറങ്ങുന്നു, നാളെ രാവിലെ പോകുന്നു. സൂര്യാസ്തമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞാൽ സൂര്യാസ്തമയമാകും. നല്ല വെയിലാണ് ഉച്ചയ്ക്കൊക്കെ. വണ്ടി ഓടി വണ്ടിയുടെ ഊപ്പാട് ഇളയുന്നതാണ് തോന്നുന്നത്. എൻ്റെ പൊന്നു, മല എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി മലയാണ്. ഇവിടെ വരെ ഇനി വണ്ടി കയറ്റാൻ പറ്റത്തുള്ളൂ. മുകളിലോട്ട് ഭയങ്കര റിസ്ക്കാണ്, അങ്ങോട്ട് കയറത്തില്ല വണ്ടി. വെറുതെ റിസ്ക് എടുക്കണ്ട, കയറ്റിയാലും അതേപോലെ ഭയങ്കര ചരൽ പിടിച്ച് കിടക്കുകയാണ്. ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇതുണ്ടോ, ഹെൽമെറ്റിനൊരു ലോക്കുണ്ട്. നമുക്ക് ഹെൽമെറ്റ് ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോകാം. ഞാനിതുണ്ടോ, ഇത് നല്ല ഹെവി ആയിട്ടുള്ള ഒരെണ്ണമാണ് വാങ്ങിച്ചിരിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? ഇത് പലരും ചോദിക്കാറുണ്ട്. നമ്മൾക്ക് തന്നെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൈവെക്കാം. കത്തിയൊക്കെ കൊണ്ടുപോയ സീനാണ്. അപ്പം നമ്മൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോയി നടക്കാൻ പറ്റിയ സംഭവമാണിത്. ഇതൊരു സൈഡ് ഇവിടുന്ന് ലോക്ക് എടുത്ത് റിലീസ് ചെയ്ത് ഇതുണ്ടോ, അത്യാവശ്യം എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കേണ്ട പരിപാടികളൊക്കെ അത്യാവശ്യം മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾക്ക് എന്തായാലും ഇനി ഹെൽമെറ്റ് ലോക്ക് ചെയ്ത് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് മുകളിലോട്ട് പോവാം. വണ്ടി കയറ്റാത്ത എന്തായാലും നന്നായി. പൊളിഞ്ഞടുങ്ങി കിടക്കുകയാണ്. നമ്മൾ കുറച്ച് നാളായി ക്യാമ്പിങ്ങിനൊക്കെ പോയിട്ട് 2 ആഴ്ചയോളമായി. ഇന്നിപ്പം പെട്ടെന്നുള്ളൊരു സെറ്റപ്പായിരുന്നു. അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങ് എടുത്തു. അതേപോലെ തന്നെ ടെൻറ്റും എടുത്തു. നമ്മൾ വന്ന വഴി താഴെയാണ് കേട്ടോ, ആ റോഡിലൂടെയാണ് വന്നത്. ടെൻ്റ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇതുണ്ടോ, നല്ലൊരു മരവും കുറച്ച് കല്ലൊക്കെ ഉള്ളൊരു സ്ഥലം കണ്ടു. ഞാൻ ഇങ്ങോട്ടൊന്ന് കയറിയതാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട് വൈകുന്നേരം ആയപ്പോഴേക്ക്. നമുക്ക് ടൗണിലൊക്കെ ആണെങ്കിൽ ഒരു 3 മണിക്ക് പോലും നിൽക്കാൻ പറ്റത്തില്ല, അമ്മാതിരിയുള്ള ചൂടാണ്. അടിപൊളി. നമ്മൾക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. കുറച്ചും കൂടി അങ്ങോട്ട് നടന്നു പോകാനുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. സൂര്യാസ്തമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല തണുപ്പുണ്ട് ഇവിടെയൊക്കെ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വീടിൻ്റെ അകത്ത് തന്നെ കിടന്നുറങ്ങാൻ വയ്യ, അമ്മാതിരി ചൂടായി ഇപ്പം തന്നെ. ഇവിടെ കുറച്ച് നല്ല സ്ഥലമുണ്ട്, കല്ലൊന്നും ഇല്ലാതെ. ഇവിടെയൊക്കെ കല്ല് നിറയെ മുളച്ച് നിൽക്കുകയാണ്. നമ്മൾക്ക് ഇവിടെയായിട്ട് ടെൻറ്റ് സെറ്റ് ചെയ്യാം. എല്ലാം പ്ലാസ്റ്റിക്കും കുപ്പിയും കമ്പിയോ എന്തൊക്കെയോ സാധനങ്ങളാണ് കേട്ടോ ഇവിടെ.
വാ, നമ്മുടെ വണ്ടി ഉണ്ടോ അതോ അങ്ങ് അവിടെ ഇരിക്കുന്നത്? അവിടെ ഒരു കാറും കൂടി വന്നിട്ടുണ്ട് കേട്ടോ, അതല്ലേ പോകുന്നതായിരിക്കും. സൂര്യാസ്തമയമായിപ്പോയി. ആ മലയുടെ മറവിൽ നമ്മൾ കയറി വരുന്ന സമയം കൊണ്ടായിപ്പോയി. നമുക്ക് ആ പുറകിൽ കാണുന്ന സ്ഥലത്ത് ടെൻറ്റ് സെറ്റ് ചെയ്യാം. കുറച്ച് ഇരുട്ടാവട്ടെ. ഇരുട്ടായി കഴിഞ്ഞാൽ ഈ ഭൂമി ഒന്ന് തണുക്കും. അല്ലെങ്കിൽ ഈ നല്ല ഉച്ചയ്ക്ക് ചുട്ട് പഴുത്തിരിക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് വിരിച്ച് അതിൻ്റെ മുകളിലോട്ട് ടെൻറ്റ് സെറ്റ് ചെയ്യുമ്പോഴേക്കും അടിയിൽ നിന്ന് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസവും അതേപോലെ തന്നെ അടിയിലുള്ള ചൂടും കാരണം പെട്ടെന്ന് അടിഭാഗമൊക്കെ വെള്ളം പിടിച്ച പോലെയാവും. നാളെ രാവിലെ എടുക്കുമ്പോൾ അടിഭാഗം മൊത്തം വെള്ളമായിരിക്കും, നമ്മൾ കിടന്ന ആ ഭാഗത്ത് മൊത്തം. അതേപോലെ തന്നെ നമ്മൾക്കും ഒരു വിഷമമാണ്, അടിയിൽ നിന്ന് ഇങ്ങനെ ചൂടടിച്ചുകൊണ്ടിരിക്കുക, മുകളിൽ നിന്ന് നല്ല തണുപ്പും. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല തണുത്ത കാറ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സംഭവം എടുത്തിട്ടത് ഈ ചെവി മറിഞ്ഞിരിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഉപയോഗിക്കണം. ഇന്ന് ചിലപ്പോൾ പ്രശ്നമൊന്നും കാണത്തില്ല. എനിക്ക് ഇങ്ങനെ ഈ വല്ലാണ്ട് തണുത്ത കാറ്റടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് വരും. അത് പിറ്റേ ദിവസം അങ്ങ് വെയിൽ കൊള്ളുമ്പോൾ ശരിയായിക്കോളും. എന്നാലും നമ്മളിങ്ങനെയൊക്കെ ഒരെണ്ണം കരുതുന്നത് നല്ലതായിരിക്കും, ചെവി അടയത്തക്ക രീതിയിലുള്ളത്. കുറച്ച് ഇരുട്ടാകട്ടെ അല്ലേ. സൂര്യാസ്തമയം ഏകദേശം ആയിട്ടുണ്ട്. താഴെ ഒരു പള്ളിയോ എന്തോ ചെറിയൊരു പള്ളി കാണുന്നുണ്ട്. അവിടെ പള്ളി തന്നെയാണത്, കുരിശ് കാണുന്നുണ്ട്. ഈ ഭാഗങ്ങളോട്ട് വീടുകളൊന്നുമില്ല ഈ ഭാഗങ്ങളിൽ. പിന്നെ അതുണ്ട് ആ സൈഡിൽ കുറച്ചായിട്ടൊരു ചെറിയ ഗ്രാമം കാണുന്നുണ്ട്. ആകാശം കണ്ടോ എന്ത് ഭംഗിയാണ്. ഈ കാറ്റുള്ള കാരണമായിരിക്കണം ഈ മേഘം ഇങ്ങനെ വലിഞ്ഞിരിക്കുന്നത് കണ്ടോ, കാറ്റടിച്ചതിൻ്റെ ആയിരിക്കണം. കിഴക്ക് ആ ഭാഗത്തായിരിക്കണം. ഇതിപ്പോൾ കണ്ടോ കിഴക്കും പടിഞ്ഞാറെല്ലാം ഒരേപോലെ ഇരിക്കും ഇങ്ങനെ മലയുടെ മുകളിലോട്ട് കയറി വരുവാണെങ്കിൽ. ഈ പടിഞ്ഞാറുള്ള റിഫ്ലക്ഷൻ അങ്ങനെ നമ്മൾക്ക് കിഴക്കും കാണാൻ പറ്റും. സൂര്യോദയം കാണാൻ പറ്റുമെന്ന് തോന്നില്ല, ഇത് മറയാണ്, അങ്ങ് ആ സൈഡിലായിരിക്കണം. 8-9 മണിയായാലും ഇങ്ങോട്ട് സൂര്യൻ കയറി വരത്തുള്ളൂ. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ചു പോയി. ഞാനോർത്ത് വല്ല കുറുക്കനോ നരി വല്ലതായിരിക്കുമെന്ന്. ഇനി ആൾക്കാർ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഡാ ജമ്പു, ഇവനെന്നാ മലയാളിയല്ലേ? എല്ലു പോക്തിയാ മകാ. അവർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നതാണെന്ന് തോന്നുന്നത്. 2 പേരും 1, 2, 3 അങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഇനി പുറകെ വല്ല പുലിങ്ങാനും വരുന്നുണ്ടോ ദൈവമേ. സമയം 6:30ആയി. താഴെ ആ ഭാഗത്തായിട്ട് കുറച്ച് വീടുകളും കാര്യങ്ങളും, കുറച്ചൊരു ഗ്രാമം പോലെ കാണുന്നുണ്ടായിരുന്നില്ലേ, അവിടെ ഒരു പള്ളി ഉണ്ടെന്നാണ് തോന്നുന്നത്. അവിടുന്ന് ഒരു മണിയടി കേൾക്കുന്നുണ്ടായിരുന്നു. 6:30ക്കാന്ന് തോന്നുന്നു പള്ളി മണിയടിക്കുന്നത്, അതായിരിക്കണം. ഇവിടെ കുറച്ച് പട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു, 3 പട്ടി. ഞാൻ വിചാരിച്ചു അവരിവിടെ തന്നെ നിൽക്കുമെന്ന്. അവർ താഴോട്ട് അവരുടെ വീട്ടിലോട്ട് പോയി. അവരേകദേശം അടുത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിലേ കുറച്ച് സേഫ്റ്റി ഉണ്ടായിരുന്നേനെ. പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ പുലി, കടുവ, കാട്ടുപന്നി, പിന്നെ ഇവിടെ പാമ്പുകൾ, അനാക്കോണ്ട അല്ലല്ലോ, മറ്റേ രാജവമ്പാല, കിങ്കോബ്ര, ഇതൊക്കെ പിടികൂടിയ സ്ഥലങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഏകദേശം അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. പുലി ഇറങ്ങിയിട്ടുണ്ടോ? 1 അല്ല 2 പുലി ഇറങ്ങിയെന്നാണ് പറയുന്നത് കേട്ടോ. ഇത്ര നാൾ 1 കണ്ടെന്നായിരുന്നു പറഞ്ഞത്, ഇപ്പം 2 പുലി ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം വളരെയധികം ശ്രദ്ധിക്കണം. പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നതൊക്കെ കൊള്ളാം. വഴിയാ പോകുന്ന വയ്യാവേലി പിടിച്ച് തലയിൽ വെച്ചൊന്ന് പറഞ്ഞ പോലെ ആയി പോകരുത്. നല്ല ഇരുട്ടാകുന്നു. നമ്മൾക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. നിലാവൊന്നും ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. നിലാവ് വരാൻ സമയമായിട്ടില്ല എന്നാണ് തോന്നുന്നത്. നമ്മൾക്കിനി നമ്മുടെ സ്ഥലം അവിടെ ഉണ്ട്, അങ്ങോട്ട് പോയിട്ട് ടെൻറ്റ് സെറ്റ് ചെയ്യാം. ആ താഴ്ഭാഗത്ത് കുറുക്കന്മാരുണ്ട്, അവിടെ ഇരുന്ന് കുറുക്കൻ പോകുന്നുണ്ട്. നമ്മൾക്കിന്ന് അകത്തിരിക്കാം. ഞാൻ ആദ്യം ലൈറ്റൊക്കെ ഒന്ന് പുറത്തോട്ട് സെറ്റ് ചെയ്ത് നോക്കിയത് നമുക്ക് പുറത്തോട്ടിരുന്ന് കുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നറിയാൻ വേണ്ടിയാണ്. ഒരു രക്ഷയില്ല, ഭയങ്കര പൊടിയാണ്. ഈ പ്രാവശ്യം വേനൽ മഴയൊന്നും പെയ്തില്ലല്ലോ, നല്ല പൊടി പിടിച്ച് കിടക്കുകയാണ്. ചെറിയൊരു കാറ്റടിക്കുമ്പോഴേക്കും ആ പൊടിയുടെ സ്മെല്ലാണ് കയറി വരുന്നത്. കുക്ക് ചെയ്യാനൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ നമുക്കൊന്ന് നടന്നിട്ട് വരാം.
അയ്യോ, നല്ല ഇരുട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ താഴോട്ടുള്ള വീടുകളിലൊക്കെ ലൈറ്റുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അധികം വീടുകളൊന്നുമില്ല, 2 സൈഡിലായിട്ട് കുറച്ച് വീടുകളേ ഉള്ളൂ. താഴെ പള്ളികളൊക്കെ ഉണ്ടെന്നു. നടുഭാഗത്ത് നല്ല കാടാണ്. കൊള്ളാം, അടിപൊളി. നമുക്ക് ടെൻറ്റിൻ്റെ അകത്ത് തന്നെ ഇരിക്കാം. വഴിയെ പോകുന്ന പള്ളികളൊന്നും പിടിച്ച് കയറണ്ട. ടെൻറ്റിൻ്റെ അകത്ത് ഒരുവിധം ചൂടായി. ഇത് തറ നല്ല ചൂടായിട്ടിരിക്കുകയാണല്ലോ. പുറമെ ഒരുവിധം തണുപ്പുണ്ട്. ഇത് കുറച്ച് സമയം തുറന്ന് കിടന്ന് നമ്മൾ ഇതിനകത്ത് ഇരിക്കുമ്പോഴേക്കും ആയിക്കോളും. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നല്ല തണുപ്പായിക്കോളും. ഇന്ന് നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കാം. പെട്ടെന്നുള്ള പരിപാടിയായിരുന്നല്ലോ. കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാം. ഇതിനിടയ്ക്ക് പറയുന്നത് കേട്ടു, 1 കടുവയല്ല 2 കടുവ. ഇത്ര നാളും കടുവകളും പുലികളൊക്കെ സോളോ ആയിരിക്കുമായിരുന്നു. ഇപ്പോൾ ഇനി സോളോ ഒന്നുമല്ല, അവർ ഫാമിലിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഈ സംഭവം ഇട്ട് കൊടുക്കാം. വല്ല പുലിയിറങ്ങുന്ന സ്ഥലമാണോന്ന് പറയാൻ പറ്റത്തില്ല. ആ പട്ടികളുണ്ടായിരുന്നല്ലോ, 3 4 അടുത്ത ഗ്രൂപ്പ് അത് കഴിഞ്ഞ് വന്നായിരുന്നു. അവർ വൈകുന്നേരം ആകുമ്പോഴേക്കും അവരുടെ ഡ്യൂട്ടിയും കഴിഞ്ഞ് അവർ വീട്ടിൽ പോയി. മുകളിൽ ആ ഭാഗത്ത് എവിടെയോ ഒരു പാറമടയുണ്ട്, അവിടുന്ന് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതുണ്ടോ, ഇമാതിരി ഒരു വിട്ടിലുണ്ടാവും, വിട്ടിലിൻ്റെ കുഞ്ഞ്. ഇത് ഈ പുല്ലുള്ള സ്ഥലങ്ങളിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. കൊതുകോ മറ്റുള്ള പ്രാണികളൊന്നുമില്ല. ഈ പൊന്മാർ ഇതിനകത്തുണ്ട്, ഓടി ചുമ്മാ ഇതിലെ ചാടി കളിക്കുന്നത്. കട്ടിയും ബോർഡോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ലെന്ന്. അയ്യോ, അതിനകത്തോട് ചാടിപ്പോയി. നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുറിച്ചിടാം. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെറിയ കാറ്റുണ്ട് കേട്ടോ. ഈ പുല്ല് നിറയെ പൂത്ത് നിൽക്കുവാണല്ലോ. ആ പൂവ് ഇങ്ങനെ കാറ്റടിക്കുമ്പോഴേക്കും ഒരു സൗണ്ട് ഉണ്ടാക്കും. ചില സമയങ്ങളത് പേടിയാവും. പ്രേതം പിശാച് എന്നൊക്കെ പറയുന്നു. പിശാച് ഉണ്ടായിരിക്കാം, പ്രേതം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. 10 രൂപ ഒരു കവറിൻ്റെ വില. ഇത് നാട്ടിൽ കേരളത്തിൽ കിട്ടുമെന്ന് അറിയത്തില്ല. ഇത് 3 പേർക്ക് 3 സെർവ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഉള്ള വെജിറ്റബിൾ മൊത്തം പൊടിച്ച് ഉണക്കി പൊടിച്ച് പാക്ക് ചെയ്ത് വരുന്ന സാധനമാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇത് നൂഡിൽസ് മസാലയാണ്. ഇതിൻ്റെ വെജിറ്റബിൾ റൈസ് ഉണ്ട്, ഒരുപാടുണ്ട് ഈ കമ്പനിക്കാർക്ക്. എല്ലാത്തിനും 10 രൂപയുടെ 10 രൂപയുടെ ചെറിയ ചെറിയ കവറുകളാണ്. ഇനി മാജിക് മസാല, ഇതൊരു മാജിക് തന്നെയാണ്. ഇതിന് നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു ചിക്കൻ ക്യൂബിൻ്റെ കുറച്ചും കൂടി ഇടാം. കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് തട്ടുന്നു, ഇളക്കുന്നു. ഒരു കട്ടനും കൂടി വെച്ചടിക്കാം. നൂഡിൽസും കട്ടനും. നല്ല കട്ടൻ കാപ്പി വെച്ച് കുടിക്കാം. നമ്മളെ കട്ടൻ റെഡി ആയിട്ടുണ്ട്. നമുക്കേ കഴിക്കാൻ നോക്കാം. അതിനു മുമ്പേ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. സോക്സിൻ്റെ അടിഭാഗമൊക്കെ ചുമന്നു വന്നു, പൊടിയാണ് മൊത്തം. ഇത് സെറാമിക്കിൻ്റെ ഗ്ലാസ്സാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചൂട്, ഇതിനകത്ത് നമ്മൾ കാപ്പി ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് സമയത്തേക്ക് അതിൻ്റെ ചൂട് നിൽക്കും. കുറച്ച് ജ്യൂസി ആയിട്ടുണ്ടാക്കിയതാണ്. ജ്യൂസെല്ലാം വറ്റിപ്പോയി. കുഴപ്പമില്ല, ചെറിയൊരു ചാറ് പോലെ ഉണ്ട്. ഇതധികം പൊട്ടിക്കാത്ത കാരണം എല്ലാം നൂലായിട്ടാണുള്ളത്. നല്ല ഡാർക്ക് കളർ വന്നിട്ടില്ലേ? ആ സോയാ സോസ് ഒഴിച്ചതിൻ്റെയാണ് നല്ല കളർ വന്നത്. സംഭവം കൊള്ളാം കേട്ടോ. ചെറിയൊരു മധുരമുണ്ട്. നമ്മൾ ഉള്ളി സവാള കുറച്ച് അധികം ഇട്ടല്ലോ.
ഒരു മധുരവും പെപ്പറിന് നല്ല എരിവും. ഇത് കഴിക്കാനൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ എടുക്കാനേ. പുറത്തോട്ടിറങ്ങാല്ലേ, പുറത്തിരുന്ന് കുടിക്കാം. നല്ല തണുപ്പും ചൂട് കട്ടനും. ഇവിടെ ഇതിനു മുമ്പ് ആരോ വന്നിട്ടുണ്ട്. ആൾക്കാർ വരുന്ന സ്ഥലമാണ്. നമ്മൾക്കിവിടെ കുറച്ച് പുല്ലൊക്കെ പറിച്ച് നമുക്ക് ലൈറ്റായിട്ടൊന്ന് തീയിടാം. ഞാനിന്ന് ജാക്കറ്റ് എടുക്കാനും മറന്നുപോയി. അപ്പോൾ ഇനി നമ്മൾക്ക് ഉറങ്ങിയേക്കാം. തീയൊക്കെ നല്ല രീതിയിൽ കെട്ടിട്ടുണ്ട്. അത് തീ അധികം കത്താൻ വേണ്ടി ഒന്നും വെച്ചില്ല. ആ പുല്ലിൻ്റെ കുറച്ച് പൂവും തണ്ടെല്ലാം കൂടി പറിച്ച് തീ വെച്ചതാണ്. നമ്മുടെ ഷൂസ് എടുത്ത് പൊതിഞ്ഞ് വെച്ചേക്കുന്നതാണ്. നിറയെ പൊടിയാണ്, ഇതിൻ്റെ അകത്തും കുറേ പൊടിയുണ്ട്. ഇനിയിപ്പം നാളെ വീട്ടിൽ പോയിട്ട് വേണം എല്ലാം കൂടി ഉണക്കി നല്ല രീതിയിൽ തട്ടിക്കൊട്ടി ഉണക്കി വെക്കാൻ വേണ്ടി. എവിടെ ഒരു ലെയർ ഞാൻ 2-3 മടക്കായിട്ട് മടക്കി. കുറച്ച് മുമ്പോട്ട് നീങ്ങിക്കിടന്നാൽ മതി. ഈ പുറവശം എടുത്തിട്ട് നമുക്കിങ്ങനെ പൊതിയാൻ പറ്റും. അപ്പോൾ ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം കേട്ടോ. 6 മണിക്ക് ഒട്ടും ലൈറ്റില്ല. ലൈറ്റ് ഉണ്ടല്ലോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട്. നല്ല നിലാവാണ് രാവിലെ. ടെൻറ്റിൻ്റെ അകത്തോട്ട് തന്നെയാണല്ലോ. നമ്മുടെ നേരെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. ആൾക്കിന്ന് ഡേ ഡ്യൂട്ടിയാണെന്ന് തോന്നുന്നത്. താഴെയുള്ള ലൈറ്റുകളൊക്കെ അതേപോലെ തന്നെ ഉണ്ടല്ലോ. കിഴക്ക് ഭാഗത്ത് ചെറിയൊരു വെളിച്ചം കാണുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് പോയേക്കാം അല്ലേ. നമുക്ക് രാവിലെ ഇനി കട്ടനൊന്നും വെച്ചടിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. നമുക്ക് അല്ലെങ്കിൽ സംഭവ സ്ഥലത്ത് എത്തുമ്പോഴേക്കും 9 മണിക്കെങ്കിലും എത്തണം, അല്ലെങ്കിൽ പണി കിട്ടും. നമുക്ക് പെട്ടെന്ന് പോയേക്കാം. എന്തായാലും കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. സൂര്യോദയം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ മലയുടെ ഈ ചായ്വിലാണുള്ളത്. അപ്പുറ സൈഡിലാണ് കിഴക്ക് ഭാഗമുള്ളത്. എന്തായാലും സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് പോയേക്കാം. സൂര്യോദയം ആകാൻ ഇനിയും ഒരുപാട് സമയം പിടിക്കും. മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. ഈ മല ഇറങ്ങി ഇതിനെ റൗണ്ട് അടിച്ച് നമ്മൾക്ക് താഴോട്ട് ഒരുപാട് ഇറങ്ങി പോകാനുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും വീണ്ടും ഒരു ക്യാമ്പിംഗ് വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.